നമസ്കാരം. ആലപ്പി ഷെഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദുഃഖങ്ങൾ പെരുമഴ പോലെയാണ്, ഒന്നിനും തടയാനാവില്ല. പെയ്ത് തോരുന്നത് വരെ ഓരോ തുള്ളിയും നനയുക തന്നെ വേണം നമ്മൾ, അതിൽ അലിയുക തന്നെ വേണം. ഒടുവിൽ അവശേഷിക്കുന്ന തണുപ്പിൽ ശിരസ്സുയർത്തി യാത്ര തുടരണം. നടൻ അശോകന്റെ തമാശ നിറഞ്ഞതും അതിലുപരി ദുർഘടമായ ഘട്ടങ്ങളിലൂടെയുള്ള ജീവിതയാത്രയുമാകട്ടെ ഈ എപ്പിസോഡ്. പത്മരാജൻ കണ്ടെടുത്ത അഭിനേതാക്കളൊന്നും പാഴായി പോയിട്ടില്ല. പെരുവഴി അമ്പലം തൊട്ട് ഇപ്പോൾ വരെ സിനിമാ അഭിനയത്തിന്റെ ഒരു ഭാഗമായി ഇന്നും സജീവമാണ് നടൻ അശോകൻ. നായകൻ റോള് കളിക്കാതെ ക്യാരക്ടർ റോളുകൾ മാത്രം കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നും സജീവമായി നിൽക്കാൻ സാധിക്കുന്നതും അങ്ങനെ തന്റെ അഭിനയ ജീവിതം തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കുന്നതും. ഇൻ ഹരിഹർ നഗറിന്റെ സെറ്റിൽ വെച്ചാണ് അശോകനെ ഞാൻ കൂടുതൽ മനസ്സിലാക്കുന്നത്. സിനിമയിലെ യാതൊരു അലുകുലുത്ത് സ്വഭാവവുമില്ല. ഒരു പാവം ചെറുപ്പക്കാരൻ, എല്ലാവരോടും മാന്യതയോടെയും ബഹുമാനത്തോടെയുമുള്ള പെരുമാറ്റം. അശോകന്റെ ആദ്യ ചിത്രമായ പത്മരാജന്റെ പെരുവഴി അമ്പലത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ടുവെങ്കിലും ഭരതന്റെ അമരമിറങ്ങിയതോടെ അതിലെ അരയച്ചെക്കനായ രാഘവൻ എന്ന കഥാപാത്രം മലയാളികളുടെ മനസ്സിൽ അശോകന് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. ആ കഥാപാത്രത്തെ മലയാളികൾ ഒരിക്കലും മറക്കില്ല. അതിലെ അഴകേ നിൻ മിഴിനീർ മണി കുളിരിൽ തൂവരുത് എന്ന മനോഹരമായ ഗാനം കേൾക്കുമ്പോൾ നെറ്റിയിലേക്ക് മുടി വളച്ചു വെച്ച അശോകന്റെ രൂപവും ഒപ്പം മാധു എന്ന നടിയുടെ മുഖവും മനസ്സിലേക്ക് കടന്നു വരും. അമരത്തിൽ ആ റോള് അശോകന് കിട്ടിയത് തികച്ചും യാദൃച്ഛികമായിരുന്നു. ആ റോള് അഭിനയിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരുന്നത് വൈശാലി എന്ന ചിത്രത്തിലെ നായകനായിരുന്ന സഞ്ജയ് മിത്രയെ ആയിരുന്നു. എന്നാൽ ഷൂട്ടിങ്ങിന്റെ 3 ദിവസം മുമ്പ് അയാൾ മഞ്ഞപ്പിത്തം ബാധിച്ച് കിടപ്പിലായി. അങ്ങനെയാണ് അശോകൻ പകരക്കാരനായി രംഗപ്രവേശം ചെയ്തത്. അശോകൻ ആ റോള് നന്നായി ചെയ്യുമോ എന്നുള്ള ആശങ്ക ഭരതനുണ്ടായിരുന്നു. എന്നാൽ അശോകൻ പറയുന്നു, ഞാൻ ഭരതേട്ടന് ഉറപ്പ് കൊടുത്തു ആ റോള് ഞാൻ നന്നായി ചെയ്യുമെന്ന്. പത്മരാജന്റെ നാടിനടുത്തുള്ള ചേപ്പാട്ടുകാരൻ അശോകൻ പിന്നീട് വിവാഹബന്ധത്തിലൂടെ പത്മരാജന്റെ ബന്ധുവായി മാറുകയും ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയം തുടങ്ങി ഇന്ന് ഡിജിറ്റൽ യുഗം വരെ എത്തി നിൽക്കുന്ന വളരെ കുറച്ച് അഭിനേതാക്കളെ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ. അങ്ങനെ നോക്കിയാൽ അതിൽ ഏറ്റവും കുറഞ്ഞ പ്രായക്കാരൻ അശോകൻ തന്നെയായിരിക്കും. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കാലം, അതായത് 4.5 പതിറ്റാണ്ട് കാലം ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അഭിനയത്തോടൊപ്പം സ്വഭാവ സവിശേഷതയും ഒരു ഘടകം തന്നെയാണ്. അശോകൻ നല്ലൊരു ഗായകൻ കൂടിയാണ്. അശോകന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനായി അറിയപ്പെടുക എന്നുള്ളത്. സിനിമാ നടനാകണമെങ്കിൽ ഗ്ലാമർ വേണമെന്നായിരുന്നു അശോകൻ അന്ന് ധരിച്ചിരുന്നത്. അന്നത്തെ അശോകന്റെ മുഖം അശോകന് പോലും വെറുപ്പായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തുന്നു. എന്നാൽ അശോകന് വിധിച്ചത് അഭിനയമായിരുന്നു. ഗായകനാകാൻ ആഗ്രഹിച്ച അശോകന്റെ മോഹം അങ്ങനെ പെരുവഴിയിലായി. പെരുവഴി അമ്പലം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലൂടെ അഭിനയം തുടങ്ങുകയും ചെയ്തു. അതിനാണ് നമ്മൾ പറയുന്നത്, കൊതിച്ചതൊന്നും വിധിച്ചത് മറ്റൊന്നും. എന്നാൽ ഇന്നും ഒരറിയപ്പെടുന്ന ഗായകനാകാനുള്ള മോഹം അശോകൻ ഉപേക്ഷിച്ചിട്ടില്ല. ഫുൾ ലെങ്ത് ഒരു കോമഡി ചിത്രമായിരുന്നു ഇൻ ഹരിഹർ നഗർ. അതിൽ അശോകന്റെ കൂടെ ഉണ്ടായിരുന്ന മുകേഷും ജഗദീഷും സിദ്ദീഖുമെല്ലാം നല്ല ഹ്യൂമർ സെൻസ് ഉള്ളവരായിരുന്നല്ലോ. അവരോടൊപ്പം അശോകന് കിടപിടിച്ച് നിൽക്കാൻ സാധിച്ചത് ഒരു നല്ല കഴിവുള്ള കലാകാരനായതുകൊണ്ട് മാത്രമാണ്. തോമസ് കുട്ടി വിട്ടോട എന്ന് ബാക്കിയുള്ളവർ പറയുന്ന കഥാപാത്രമായ തോമസ് കുട്ടിയായിരുന്നു അശോകൻ. സിനിമയിലെ തമാശകൾ മാത്രമല്ല, ജീവിതത്തിൽ ഉണ്ടാകുന്ന അബദ്ധങ്ങളും അമളികളും കുഴപ്പങ്ങളും വിഷമങ്ങളുമെല്ലാം തമാശ രൂപേണ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവ് അശോകനുണ്ട്. അശോകന് സംഭവിച്ച അമളിക്കഥകൾ നിരവധിയാണ്. ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് അടൂരിലുള്ള തന്റെ ഭാര്യ വീട്ടിലേക്ക് അർദ്ധരാത്രിയിൽ ഡ്രൈവറോടൊപ്പം കാറിൽ പുറപ്പെട്ടു. യാത്രക്കിടയിൽ വെഞ്ഞാറമൂടെത്തിയപ്പോൾ ഒരു മൂത്രശങ്ക. വിജനമായ സ്ഥലത്ത് വണ്ടി നിർത്താൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. വണ്ടി നിർത്തി വെളിയിലിറങ്ങി കാര്യം സാധിച്ചു. തിരിച്ച് കാറിനടുത്തേക്ക് വന്നപ്പോൾ ഒന്ന് മുഖം കഴുകാമെന്ന് വിചാരിച്ച് പുറകിലത്തെ സീറ്റിലുണ്ടായിരുന്ന വെള്ളമെടുക്കാനായി ബാക്ക് ഡോർ
തുറന്ന് വെള്ളമെടുത്ത ശേഷം ഡോർ അടച്ചു. അപ്പോൾ ഡ്രൈവർ വിചാരിച്ചു അശോകൻ കയറിയ ശേഷം ഡോർ അടച്ചതാണെന്ന്. അശോകൻ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ ഡ്രൈവർ വണ്ടി വിട്ടു പോകുന്നു. ഇത് കണ്ട് പരിഭ്രമിച്ച അശോകൻ തോമസ് കുട്ടി വിട്ടോടാ എന്ന് പറയുമ്പോൾ ഓടുന്നത് പോലെ കാറിന്റെ പിന്നാലെ ഓടി. പക്ഷേ ഇതൊന്നും അറിയാത്ത ഡ്രൈവർ അശോകൻ പിന്നിലുണ്ടെന്ന് ധരിച്ച് കാർ വിട്ടു പോകുന്നു. അയ്യോ പോകല്ലേ, ഞാൻ കയറിയിട്ടില്ല എന്ന് അലറിക്കൊണ്ടാണ് കാറിന്റെ പിന്നാലെ ഓടിയത്. ഈ അലർച്ച കേട്ട് പല വീട്ടുകാരും ലൈറ്റ് ഇട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അവരെല്ലാം കാണുന്നത് ഒരു യുവാവ് രാത്രിയിൽ നിലവിളിച്ചുകൊണ്ട് ഓടുന്നതാണ്. ഓട്ടം ഒരു 1/2 കിലോമീറ്ററോളം എത്തിയപ്പോൾ അശോകൻ തളർന്നു കുത്തി റോഡിലിരുന്നു. അശോകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. തന്റെ മൊബൈൽ ഫോണും കാറിന്റെ സീറ്റിലായി പോയല്ലോ എന്നോർത്ത് വിഷമിച്ചു. റോഡിൽ നിന്ന് എഴുന്നേറ്റ് ഇനി എന്ത് ചെയ്യുമെന്ന സങ്കടത്തോടെ അശോകൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. അപ്പോൾ അശോകൻ കണ്ടു അവിടെ ഒരു കടത്തിണ്ണയിൽ ഒരാൾ കിടന്നുറങ്ങുന്നത്. പെട്ടെന്ന് ഒരു ആശ്വാസം തോന്നി. അശോകൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളെ തട്ടി വിളിച്ചു. എന്നാൽ അയാൾ ശരിക്കും ഉറങ്ങിയിരുന്നില്ല. അയാൾ ചാടി എഴുന്നേറ്റ് വിളിച്ചു കൂവി, ഒരുത്തൻ എന്നെ കൊല്ലാൻ വന്നേ, കൊല്ലാൻ വന്നേ എന്ന്. അശോകൻ നോക്കുമ്പോൾ മുടിയും ജടയും ഒക്കെ വളർത്തിയ ഒരു മനോരോഗി. അയാളുടെ നിലവിളി കേട്ട് കുരച്ചുകൊണ്ട് 2 പട്ടികളും ഓടിയെത്തി. ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ അശോകൻ വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അശോകന്റെ പിന്നാലെ കുരച്ചുകൊണ്ട് 2 പട്ടികളും. അങ്ങനെ ജീവനും കയ്യിൽ പിടിച്ച് വീണ്ടും ഒരു 1/2 കിലോമീറ്റർ കൂടി അശോകൻ ഓടേണ്ടി വന്നു. അങ്ങനെ ഓടിത്തളർന്ന അശോകൻ മറ്റൊരു കടയുടെ മുൻപിലുള്ള ലൈറ്റിന്റെ ചുവട്ടിൽ വന്ന് നിന്നു. അവിടേക്ക് നടന്നു വന്ന ഒരാൾ അശോകനെ തിരിച്ചറിഞ്ഞു. അയാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു, അയ്യോ അശോക, എന്താ ഇവിടെ? ഷൂട്ടിംഗ് വല്ലതും നടക്കുന്നുണ്ടോ? ഓടിത്തളർന്ന അവശനായ അശോകൻ അയാളോട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു. അയാളുടെ ഫോണിൽ നിന്നും ഭാര്യയെ വിളിച്ച് വിവരം പറയുന്നു. അവർ ഡ്രൈവറെ വിളിക്കുമ്പോഴേക്കും കാറ് 15 കിലോമീറ്ററോളം മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു. വിവരമറിഞ്ഞ അയാൾ വിഷമത്തോടെ അശോകന്റെ അരികിലേക്ക് തിരികെ എത്തുന്നു. ഈ സംഭവം അശോകൻ രാത്രിയിൽ യാത്ര ചെയ്യുന്ന നടന്മാരോടെല്ലാം പറയാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, മറ്റാർക്കും ഇങ്ങനെ സംഭവിക്കരുതെന്ന നല്ല മനസ്സുകൊണ്ടാണ്. ഭരതന്റെയും പത്മരാജന്റെയും ചിത്രങ്ങൾ കൂടാതെ മറ്റ് പ്രശസ്തരും അപ്രശസ്തരുമായ നിരവധി സംവിധായകരുടെ ചിത്രങ്ങളിൽ അശോകൻ വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. ഏത് കഥാപാത്രം ചെയ്താലും ശരിക്കും ആ കഥാപാത്രമായി തന്നെ അശോകൻ മാറാറുണ്ട്. നമുക്കത് തോന്നാറുമുണ്ട്. താൻ അഭിനയിച്ച ഭരതൻ ചിത്രമായ പ്രണാമം എന്ന ചിത്രത്തിൽ അശോകന്റെ ക്യാരക്ടർ മയക്കുമരുന്നിനടിമയായ ഒരു ചെറുപ്പക്കാരൻ്റെതായിരുന്നു. ആ ചിത്രം അശോകന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു എന്ന് അശോകൻ ഓർത്തെടുക്കുന്നു. ഖത്തറിൽ ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോയതായിരുന്നു അശോകനും അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രസന്നനും. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് രാത്രി ഡിന്നറും കഴിച്ച് തങ്ങൾ താമസിക്കുന്ന ദോഹയിലെ റമദ ഹോട്ടലിലെ റൂമിലേക്ക് വന്നു. അശോകനെ കാണാനായി അവിടെ ജോലി ചെയ്യുന്ന നാട്ടിലുള്ള സുഹൃത്തായ കിരണും എത്തി. രാത്രി 11 മണിയോടുകൂടി റൂമിൽ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട് ഡോർ തുറന്നു നോക്കിയപ്പോൾ ആചാനബാഹുക്കളായ 2 അറബികൾ നിൽക്കുന്നു. അവർ ഖത്തർ പോലീസുകാരാണെന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറുന്നു. അവരുടെ 3 പേരുടെയും മൊബൈൽ ഫോണുകളെല്ലാം പിടിച്ചു വാങ്ങി അവരെ 3 പേരെയും ഒരു മൂലയിലേക്ക് നീക്കി നിർത്തി മിണ്ടിപ്പോകരുതെന്ന് പറയുന്നു. എന്നിട്ടവർ റൂം മുഴുവൻ അരിച്ചു പെറുക്കുന്നു. കട്ടില്, കിടക്ക, ബാത്റൂം, ഫ്രിഡ്ജ് എന്നിങ്ങനെ എല്ലായിടവും. അങ്ങനെ 1 മണിക്കൂർ നീണ്ടു നിന്ന പരിശോധന. റൂമിനുള്ളിലെ ഫോണിന്റെ റിസീവർ വരെ അഴിച്ചു പരിശോധിക്കുന്നു. അവിടെ നിന്നും ഒന്നും കിട്ടാതെ വന്നപ്പോൾ അവർ വയർലെസ്സിലൂടെ മെസ്സേജ് കൊടുക്കുന്നു. അവിടെ നിന്നുള്ള നിർദ്ദേശപ്രകാരം 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇവർക്ക് 3 പേർക്കും എന്താണ് കാര്യമെന്നോ എന്താണ് സംഭവിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാകുന്നുമില്ല. 3 പേരെയും 3 മുറികളിലാക്കിയാണ് ചോദ്യം ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടാണ് തങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. അവിടെ ജോലി ചെയ്തിരുന്ന കൂട്ടുകാരനായ കിരണിനായിരുന്നു ഏറ്റവും കൂടുതൽ ഉപദ്രവം ഏൽക്കേണ്ടി വന്നത്. അയാളെ ചോദ്യം ചെയ്യലിനിടയിൽ ഒത്തിരി മർദ്ദിച്ചു. അശോകനെ ഒരു നോക്ക് കണ്ട് ഉടൻ മടങ്ങിപ്പോകാൻ വന്ന കൂട്ടുകാരനാണെന്ന് ഓർക്കണം. അശോകനും സഹോദരനും വിസിറ്റിംഗ് വിസയിൽ വന്നതിനാലാണ് മർദ്ദനത്തിൽ നിന്നും ഒഴിവാക്കിയത്. തന്നെയുമല്ല, തെളിവുകളൊന്നും കിട്ടിയിട്ടുമില്ല. പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിന് ശേഷം അവരെ 3 പേരെയും ജയിലിലേക്ക് കൊണ്ടുപോയി 3 സെല്ലുകളിലായി അടച്ചു. അശോകൻ ജയിൽ
ജയിലിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. തന്റെ ജീവിതം ഇതോടെ അവസാനിച്ചല്ലോ എന്നോർത്തായിരുന്നു അത്. ജയിലിൽ കൂട്ടിനുണ്ടായിരുന്നത് പാകിസ്ഥാനികളായിരുന്നു. അശോകൻ പറയുന്നു, ജയിൽ ഭിത്തിയിൽ ഒരുപാട് മലയാളത്തിൽ എഴുതിയ നൊമ്പരപ്പെടുത്തുന്ന കഥകൾ ഉണ്ടായിരുന്നുവെന്ന്. തനിക്ക് മുമ്പ് ഈ ജയിലിൽ കിടന്ന ഏതെങ്കിലും മലയാളികളൊക്കെ എഴുതിയതാകാം. അതൊക്കെ വായിച്ചപ്പോൾ അശോകന്റെ സങ്കടം ഇരട്ടിച്ചു. പിറ്റേ ദിവസം രാവിലെ സ്പോൺസറായ ആലുവക്കാരൻ ഏലിയാസ് ഹോട്ടലിൽ വരുമ്പോൾ അറിയുന്നു അശോകനും കൂട്ടരും പോലീസ് കസ്റ്റഡിയിലാണെന്ന്. അവർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നു അശോകൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ആളാണെന്ന്. അതിനുള്ള തെളിവായി നിരവധി ഫോട്ടോകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന്. ആ ഫോട്ടോകൾ കണ്ട സ്പോൺസർമാർ ഞെട്ടിപ്പോയി. ഭരതന്റെ പ്രണാമം എന്ന ചിത്രത്തിൽ മയക്കുമരുന്നുകാരനായി അഭിനയിച്ച അശോകന്റെ വിവിധ ഫോട്ടോകളായിരുന്നു അവ. കൈത്തണ്ടിൽ സിറിഞ്ച് ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ എടുക്കുന്നതും അശോകൻ മയക്കുമരുന്നടിച്ച് കിറുങ്ങി നിൽക്കുന്നതുമായ വിവിധ ഭാവങ്ങളിലുള്ള നിരവധി ഫോട്ടോകൾ. ഈ ഫോട്ടോകൾ പോലീസിന് അയച്ചു കൊടുത്തത് ഏതോ മലയാളിയുടെ ദുഷ്ടബുദ്ധിയിൽ തോന്നിയ ക്രൂര വിനോദമായിരുന്നു. അശോകനെ മയക്കുമരുന്ന് കച്ചവടക്കാരനാക്കി അകത്താക്കുക എന്നുള്ളത്. അവർ ഉടൻ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന അശോകന്റെ നിരവധി സിനിമ ഫോട്ടോകൾ ആ ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചു. അടൂർ ഗോപാലകൃഷ്ണന്റെ നാഷണൽ അവാർഡ് വാങ്ങിച്ച അനന്തരം എന്ന സിനിമയുടെ ഫോട്ടോകൾ കാണിച്ചു കൊടുത്തിട്ട് അവർ പറഞ്ഞു, ഇന്ത്യയിലെ പോപ്പുലറായ ഒരു നടനാണെന്നും ആ പടത്തിൽ അഭിനയിച്ച വേഷങ്ങളാണിതെന്നും അദ്ദേഹം സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനാണെന്നും ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ ഇവിടെ വന്നതാണെന്നും അവർ പറഞ്ഞു. ഏതായാലും അതോടെ പോലീസിന് മനസ്സിലായി ഇവർ നിരപരാധികളാണെന്ന്. പിന്നീട് അശോകൻ പറയുന്നു, കാര്യങ്ങൾ ബോധ്യപ്പെട്ട ശേഷം പെട്ടെന്ന് അവർക്ക് മാറ്റമുണ്ടായി എന്ന്. കമലഹാസനെ അറിയാമോ, അമിതാഭ് ബച്ചനെ അറിയാമോ എന്നൊക്കെയായി ചോദ്യങ്ങൾ. അവരൊക്കെ എന്റെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് അശോകനും വെച്ച് കാച്ചി. അതിനെപ്പറ്റി അശോകൻ പറയുന്നത്, ഇതൊരു യോഗമാണ്, അത് എവിടെയാണെങ്കിലും സംഭവിക്കും, അത് അനുഭവിച്ച് തീർക്കുകയും വേണം. ഇപ്പോൾ അശോകൻ തന്റെ ഫാമിലിയും ഒത്ത് ഒരു ഗായകനാകാനുള്ള അതിയായ മോഹവുമായി സന്തോഷത്തോടെ കഴിയുന്നു. പ്രശ്നത്തിന്റെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തിയില്ലായ്മയാണ് നമ്മെ തളർത്തുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ ഹൃദയം തകർത്തിട്ടും പ്രതിസന്ധികളെ വകവയ്ക്കാതെ മുന്നോട്ടോടിയവരെയാണ് ലോകം വിജയികളെന്ന് വിളിച്ചിട്ടുള്ളത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.